ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ഈ വീഡിയോ മാർച്ച് 19 സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈദ് ആശംസകളുടെ ഭാഗമായി ഇറക്കിയതാണ്. സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായി ഇറാൻ്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ സൈനിക സന്നാഹങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ശ്രദ്ധേയമാണ്. കാരണം ഇറാൻ നിരന്തരമായി ആക്രമണം തുടർന്നാൽ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെ തിരിച്ചടിക്കാൻ ആവുകയാണ് എന്ന ഒരു സന്ദേശം ഈ വീഡിയോയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ തുടർച്ചയായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാനിലെ ആയത്തുള്ളമാരെ അറിയിച്ചതാണ് തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നും ഇറാനെതിരെ ഒരാക്രമണവും ഉണ്ടാവില്ല എന്ന്. എന്നിട്ടും സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ മേഖലയടക്കം തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും അയക്കുകയാണ് ഇറാൻ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അരക്ഷിതാവസ്ഥയുടെ പ്രധാന സ്രോതസ്സ് ഇറാനാണെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ സ്വകാര്യമായി സമ്മതിക്കും. പക്ഷേ പരസ്യമായി അത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പൊതുവിൽ സ്ഥിരതയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും ഊന്നൽ കൊടുക്കുന്ന ഗൾഫ് രാജവംശങ്ങൾക്ക് ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മൂർത്ത രൂപമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സുന്നി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മസ്തിഷ്കമായ മുസ്ലിം ബ്രദർഹുഡും അപകടകാരികളാണെന്ന് അറിയാം. അതുകൊണ്ട് കൂടിയാണല്ലോ പ്രധാനപ്പെട്ട സുന്നി അറബ് രാജ്യങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയെ നിരോധിച്ചത്. പരസ്യമായി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും സ്വകാര്യമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ഭീഷണിയെ വേഗത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ എന്ന ഒരു തന്ത്രം. ഈ ഗൾഫ് രാജ്യങ്ങളുടെ തന്ത്രം അധികകാലം തുടരാൻ കഴിയുമെന്ന് ഇന്നത്തെ അവസ്ഥയിൽ തോന്നുന്നില്ല. ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ ഖത്തർ പുറത്താക്കിയതും സൗദി വിദേശകാര്യമന്ത്രിയുടെ ശക്തമായ താക്കീതുമൊക്കെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ പ്രതികരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന ഒരു സൂചന നൽകുന്നുണ്ട്. നടക്കുമോ എന്നറിയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ നിഷ്ഠൂരമായ മതഭരണ നേതൃത്വത്തെയും അതിൻ്റെ കിങ്കരന്മാരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന സേനയെയും അതിൻ്റെ ആണവായുധ പദ്ധതിയെയും ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ആരംഭിച്ച വ്യോമാക്രമണം 3 ആഴ്ച പിന്നിടുകയാണ്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാനിലെ ഷിയ മതഭരണത്തിൻ്റെ രോഷം മുഴുവൻ തീർക്കുന്നത് സുന്നി ഗൾഫ് രാജ്യങ്ങളോടാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ രാജ്യങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണം, അതുപോലെ ഡ്രോൺ ആക്രമണവും നടത്തുന്നത്. അതിനു പുറമെ ഹോർമുസ് കടലിടുക്കിനെ തന്നെ ഇറാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ഇറാനിലെ ഷിയ തിയോക്രസിക്കെതിരെ ഒരു സുന്നി അറബ് മുസ്ലിം സഖ്യം ഉരുത്തിരിഞ്ഞു വരുമോ എന്ന ചോദ്യവും ഇതിന് വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കും അത് തീരുമാനിക്കപ്പെടുക.
2025 സെപ്റ്റംബർ 17 സുന്നി ഇസ്ലാമിക ലോകത്തിൻ്റെ ലീഡറായ സൗദി അറേബ്യയും ന്യൂക്ലിയർ ആയുധശേഷിയുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട ഒരു പ്രതിരോധ കരാറുണ്ട്. ആ കരാർ പ്രകാരം ഇതിലേതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ നടക്കുന്ന ഏത് ആക്രമണവും മറ്റേ രാജ്യത്തിനെതിരായ ആക്രമണമെന്ന് കണ്ട് പ്രതികരിക്കണമെന്നാണ് അതിൽ പറയുന്നത്. അതായത് സൗദിയെ ഇറാൻ ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് ചുരുക്കം. പക്ഷെ അതൊക്കെ നടക്കുമെന്നറിയില്ല. കാരണം പാകിസ്ഥാൻ തന്നെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. പിന്നെ ആഭ്യന്തരമായ മറ്റ് പല പ്രശ്നങ്ങളും ആ രാജ്യം നേരിടുന്നുമുണ്ട്. ഉദാഹരണത്തിന് ജനസംഖ്യ വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സാമ്പത്തിക രംഗം ഏറെക്കുറെ നിശ്ചലമാണ്. അയൽരാജ്യമായ ഇറാനെ പ്രകോപിപ്പിക്കാനും പറ്റില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ IMFൻ്റെ തുടർച്ചയായ സഹായ പദ്ധതികളും പാക്കേജ് പദ്ധതികളും ചൈനയുടെ വലിയ നിക്ഷേപവുമാണ് പാകിസ്ഥാനെ അല്പമെങ്കിലും സഹായിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനായി ചിലവ് ചുരുക്കൽ നടപടി തന്നെ അവിടെ തുടങ്ങേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. മാത്രവുമല്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റുമായി തുറന്ന യുദ്ധത്തിലാണ്. പഴയ ചങ്ങാതിമാരാണെങ്കിലും അഫ്ഗാൻ താലിബാനികൾ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ TTP എന്ന പാകിസ്ഥാനി താലിബാനികളെ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഒരു ആസ്പത്രിയിലെ 100 കണക്കിന് ആളുകൾ പാകിസ്ഥാൻ്റെ ബോംബിങ്ങിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയുണ്ടായല്ലോ. അവിടെ കൊന്നതും കൊല്ലപ്പെട്ടവരും ഒരേ മതക്കാരായതുകൊണ്ട് തന്നെ വിങ്ങിപ്പൊട്ടാനും വിതുമ്പാനും പ്രതിഷേധിക്കാനും ആളില്ല എന്ന് മാത്രം. സൗദിക്ക് വേണ്ടി ഇറാനെതിരെ സൈനികമായി പ്രതികരിച്ചാൽ പാകിസ്ഥാനിലെ 40 ദശലക്ഷം ഷിയാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനുമാവില്ല. ഇറാനെതിരെ അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം, അതായത് കഴിഞ്ഞ മാസം 28 ഫെബ്രുവരി 28 ഈ മാസം ആദ്യം കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഷിയ പ്രക്ഷോഭകർ ഇരച്ചു കയറിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആഴമറിയാതെ ആറ്റിലിറങ്ങാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. എല്ലാം കാത്തിരുന്ന് വരും ദിവസങ്ങളിൽ കാണാം.